ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ വൗച്ചർ എങ്ങനെ എൻട്രി ചെയ്യണമെന്നുള്ളതാണ് കണ്ടത്. വൗച്ചർ എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആരംഭിച്ച സമയത്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഈ സെഷൻ്റെ അകത്ത് വൗച്ചേഴ്സ് എങ്ങനെ എൻട്രി ചെയ്യാമെന്നതിൻ്റെ ഒരു ബേസിക് സെഷനാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ നമുക്ക് ലാബിൽ വരുമ്പോൾ കുറച്ചുകൂടി അത് ഈസി ആവാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ സെഷൻ നടത്തുന്നത്. സോ നമ്മൾ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജേണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ടാവും. ആ ജേണൽ എൻട്രിക്കകത്ത് ഓരോ ഡെയിലിയും ജേണൽ എൻട്രീസ് നമ്മൾ ഈ പറയുന്ന വൗച്ചേഴ്സിലോട്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് എൻട്രി ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് F5 പോകുന്നത്. F5 പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു ഫോർമാറ്റാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും കോൺട്രാ വൗച്ചറിലാണത് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ കോൺട്രാ വൗച്ചറിലോട്ട് നമ്മൾ F4 അടിച്ച് കോൺട്രാ വൗച്ചറിൽ പോകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കോൺട്രാ നമ്പർ 3 അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ സിറ്റുവേഷന് നമ്മൾ പറയുന്ന പേര്, ഇത് സിംഗിൾ എൻട്രി മോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ പോസ്റ്റിങ് കുറേ കൂടെ കൺവീനിയൻ്റ് ആവാൻ, ഈസി ആവാൻ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതൊന്ന് മാറ്റി F12 എന്ന് പറയുന്ന ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. പേയ്മെൻറ്റ് വൗച്ചറിലോട്ടൊന്ന് വരിക. പേയ്മെൻറ്റ് വൗച്ചറിൽ എത്തിയതിന് ശേഷം F12 എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യണം. F12 പ്രസ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഓപ്ഷൻസ് നമുക്ക് വരും. ഇതിനകത്തുനിന്ന് നമുക്ക് സെക്കൻഡ് കിടക്കുന്ന സിംഗിൾ എൻട്രി മോഡ് എന്ന് പറയുന്നത് നോ ആക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ്, നമുക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിനെ, ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിനെ. ഇപ്പോൾ നമുക്ക് ആ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ അതും എസ് ആക്കി കൊടുക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സിംഗിൾ എൻട്രി നോ ആക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത് എസ് ആക്കി കൊടുക്കണം. ദെൻ എൻട്രി ചെയ്ത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാനായിട്ട് നേരെ നമ്മുടെ കോൺട്രാ വൗച്ചറിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തോ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ആദ്യമേ ഇവിടെ നമ്മൾ കോൺട്രാ നമ്പർ 3 എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ അക്കൗണ്ട് ആണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പകരമായിട്ട് ക്രെഡിറ്റ് ഡെബിറ്റ് ആണ് വരാൻ പോകുന്നത്. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതി. ഈസി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഈ രീതി ഇതാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ എൻട്രി മോഡിലോട്ട് മാറ്റാം. എനിവേ നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സോ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടിനെയാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ നേരെ കോൺട്രാ വൗച്ചറിലോട്ട് വരുന്നു. കോൺട്രാ വൗച്ചറിൽ തന്നിരിക്കുന്ന നോക്കുക, ആദ്യം ചോദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്യാഷിനെ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 25,000 ആണ്. 25,000 എന്ന് എൻട്രി ചെയ്യുക. ഞാനിത് ഓൾറെഡി ക്യാഷ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാലൻസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് ഓൾറെഡി എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം കാണിക്കത്തില്ല. ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ആ വൗച്ചർ എങ്ങനെ എൻട്രി ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. സോ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഡെബിറ്റ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടാണ്, അത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിരിക്കുകയാണ്. കറണ്ട് അക്കൗണ്ട് എൻറ്റർ. കുറേ ഡീറ്റെയിൽസ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡിനോമിനേഷൻസ് ഒക്കെ ചോദിക്കും. ഞാനതൊന്നും ഇടുന്നില്ല. അതെല്ലാം എൻറ്റർ ചെയ്ത് പോകുന്നു. ദെൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ കോൺട്രാ വൗച്ചറിലെ ഒരു എൻട്രി പോസ്റ്റിംഗ് ആണ് നിങ്ങൾ കണ്ടത്. കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം നമ്മളോട് വൗച്ചറിൽ ചോദിക്കും ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മളത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എടുത്ത് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആയിരുന്നു, ഡെബിറ്റ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ട് ആയിരുന്നു. സോ കോൺട്രാ വൗച്ചറിലെ ജേണൽ നമ്മൾ എൻട്രി ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ചെയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഈ ചെയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ലെഡ്ജർ ചെയേഴ്സുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ചെയേഴ്സുമായി ബന്ധപ്പെട്ട് ഓക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പേടിക്കണ്ട. സോ നമുക്ക് ഈ പറയുന്ന ജേണൽ എൻട്രി, ദാറ്റ് മീൻസ് സെക്കൻഡ് ജേണൽ എൻട്രി ചെയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് നമുക്ക് എൻട്രി ചെയ്യാം. അത് പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. F5 ആണ് പേയ്മെൻറ്റ് വൗച്ചർ. സോ പ്രസ് ചെയ്യുക, വൗച്ചറിലെത്തുക, F5 പോവുക. സോ ജേണൽ എൻട്രി ഇങ്ങനെയാണ്. ചെയേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ നേരെ നമ്മൾ ചെയേഴ്സ് സെലക്ട് ചെയ്യുന്നു. ചെയേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് വരുന്നു. അതിൻ്റെ അകത്ത് ക്യാഷ് സെലക്ട് ചെയ്താൽ മതി. എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടു. പേയ്മെൻറ്റ് വൗച്ചറിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യണമെന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ്. സോ സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആയിരുന്നു. ചെയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് പേയ്മെൻ്റ് ആണ്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ വൗച്ചേഴ്സിലും നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന രീതി ഇനിയിപ്പോൾ ഒരു റിസീപ്റ്റ് വൗച്ചറിൽ എങ്ങനെ എൻട്രി ചെയ്യാമെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജേണൽ എൻട്രി, ഇപ്പോൾ റിസീപ്റ്റ് ആണെങ്കിൽ F6 ആണ്. F6 നമ്മൾ പോകണം. F6 ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് നോക്കാം. ഒരു ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ റിസീപ്റ്റിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്സിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. റിസീപ്റ്റ്സിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസസ് ലക്ഷ്മി ബായിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയതിനെ സംബന്ധിച്ചൊരു ജേണൽ എൻട്രിയാണ്. ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, മിസസ് ലക്ഷ്മി ബായിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓൾറെഡി തന്നെ മിസസ് ലക്ഷ്മി ബായി എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ അതിനകത്ത് ഉണ്ടാവില്ല, ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. മിസസ് ലക്ഷ്മി ബായി, സൺട്രി ഡെപ്റ്റർ ആണ്. സോ നമുക്കത് ഡെപ്റ്റേഴ്സിൽ സെലക്ട് ചെയ്യണം, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ റിസീപ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വൗച്ചേഴ്സിലെത്തുന്നു, റിസീപ്റ്റിലെത്തുന്നു. ജേണൽ എൻട്രി ഇങ്ങനെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസസ് ലക്ഷ്മി ബായ് ആണ്. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ലക്ഷ്മി ബായ് ആണ്. സോ നമുക്ക് ക്രെഡിറ്റ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ലക്ഷ്മി ബായിനെ സെലക്ട് ചെയ്തു. എമൗണ്ട് എന്ന് പറയുന്നത് 17,500 ആണ്. സോ 17,500 എടുത്തു. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്, ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ ക്യാഷ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന വൗച്ചേഴ്സ് എൻട്രി ചെയ്യുന്നത്. സോ നമ്മൾ ആ ജേണൽ എൻട്രി കറക്റ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ജേണൽ എൻട്രിയിലെ ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുന്നു. കൺസേൺഡ് വൗച്ചർ ഏതാണെന്ന് നോക്കുന്നു. ആ വൗച്ചറിൽ പോകുന്നു. അതിൽ കാണിച്ച രീതിയിൽ അതിൽ പ്രകാരമാണ് വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നു, കറക്റ്റായിട്ട് ഫിഗേഴ്സ് എൻട്രി ചെയ്യുന്നു. അങ്ങനെ ഓരോ ഡേയിലെയും നമ്മൾ ഏകദേശം 31-ാം തീയതി വരെ ജൂലൈയിലുള്ള ട്രാൻസാക്ഷൻസുകളുണ്ട്. അത്രയും ട്രാൻസാക്ഷൻസുകൾ നമ്മൾ ഈ രീതിയിൽ കൺസേൺഡ് വൗച്ചർ, ഇപ്പം റിസിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ജേണൽ വൗച്ചേഴ്സ് നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. F8 സെയിൽസ് വൗച്ചറുണ്ട്, പർച്ചേസ് വൗച്ചറുണ്ട്, ഡെബിറ്റ് നോട്ട് ഉണ്ട് അല്ലെ, വേറെ എനിക്ക് തോന്നുന്നു ഡെബിറ്റ് നോട്ട് ഉണ്ട്. ഇതിനകത്ത് ഡെബിറ്റ് നോട്ട് ഒന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. സോ ഓരോ വൗച്ചറിലും നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇപ്രകാരമായിരിക്കും കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് പോവുക എന്നുള്ളതാണ് വരുന്നത്. സോ അതിൻ്റെ ബേസിക് ആയിട്ടൊരു സെഷനാണ്. നമുക്ക് ബാക്കിയുള്ള സെഷൻസ് ലൈവായിട്ട് തന്നെ ക്ലാസ്സിൽ കാണാവുന്നതാണ്. സോ എങ്ങനെയാണ് റെസിപ്റ്റും പേയ്മെൻറ്റും എൻട്രി ചെയ്തിരിക്കണമെന്ന് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.